നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. തിരുവനന്തപുരം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് കൂറ്റൻ ജയം. 317 റൺസിനാണ് ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. 73 റൺസ് എടുക്കുന്നതിനിടെ ശ്രീലങ്കൻ താരങ്ങളെല്ലാം പുറത്തായി. 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര തൂത്തുവാരിയാണ് കാര്യവട്ടത്ത് നിന്ന് മടങ്ങുന്നത്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ലോക റെക്കോർഡ് ഇന്ത്യ മറികടക്കുകയും ചെയ്തു. ഈ മത്സരത്തിൽ നന്ദകുമാറിന്റെ റിപ്പോർട്ടിലേക്ക് വരാം. ശ്രീലങ്കയെ തകർത്തത് 317 റൺസിന്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ കാര്യവട്ടത്ത് കുറിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നിരവധി റെക്കോർഡുകളും കാര്യവട്ടത്ത് പിറക്കുകയും ചെയ്തു. നിലവിൽ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ കാര്യവട്ടത്ത് ഒരു ഏകദിന സെഞ്ചുറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മത്സരത്തിൽ സെഞ്ചുറി പിറന്നിരുന്നിട്ടില്ലായിരുന്നു. ആദ്യ ശതകം ഇന്ന് ശുഭ്മാൻ ഗില്ലിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഉണ്ടായത്. അതിനുശേഷം മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന്റെ 46ാം സെഞ്ചുറി ആയിരുന്നു ഇന്ന് കുറിച്ചത്. നന്ദകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഒരു ചരിത്ര വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം കാര്യവട്ടം എന്ന സ്റ്റേഡിയവും ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 290 റൺസ് ആയിരുന്നു ഇതിനു മുമ്പ് ലോക റെക്കോർഡ്, അതായത് ഏറ്റവും വലിയ മാർജിനിൽ ജയിക്കുക. അത് ന്യൂസിലൻഡിന്റെ പേരിലായിരുന്നു. പക്ഷേ അത് തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇന്ത്യ 317 റൺസിന് ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് കാണികളുടെ ഒരു ആവേശം തന്നെയാണ്. മത്സരം അടിപൊളി മത്സരമായിരുന്നു. ഈ ഒരു മത്സരം നമ്മൾ ആദ്യം വന്നപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഒരു ആവേശം കുറഞ്ഞ രീതിയിലേക്ക് പോകുന്നു. പിന്നെ ആദ്യ സെഞ്ചുറി അടിക്കുന്നു, 2ാം സെഞ്ചുറി വിരാട് കോഹ്ലി അടിക്കുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കണ്ടത് ഒരു ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. എങ്ങനെയാണ് ഒരു കാണികൾ എന്ന രീതിയിൽ ആ ഒരു മത്സരത്തെ നോക്കിക്കണ്ടത്? വിരാട് കോഹ്ലി അടിപൊളിയായിരുന്നു. ഞങ്ങൾ കോഹ്ലിനെ കാണാനാണ് മെയിനായിട്ട് വന്നത്. അതുപോലെ തന്നെ അടിപൊളി മാച്ചായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ജയിക്കുന്നത്. അതുപോലെ തന്നെ സെഞ്ചുറി അടിച്ചു, കൈലി സെഞ്ചുറി അടിച്ചു. അതെല്ലാം കണ്ടപ്പോൾ വളരെയേറെ സന്തോഷമായി. കുറച്ചുണ്ടായിരുന്നു, ആദ്യമൊക്കെ കുറഞ്ഞിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല കാണികളായിരുന്നു. അടിപൊളിയായിരുന്നു. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ഞങ്ങൾ വയനാട്ടിലാണ്. ഇതിനു വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ 2 സൂപ്പർ സെഞ്ചുറീസ് കാണാൻ പറ്റി. പിന്നെ ബാറ്റിംഗ് ട്രാക്ക് മാത്രമല്ല എന്നുള്ളത് സിറാജിന്റെ ബോളിംഗ് കൂടി നമുക്ക് മനസ്സിലാക്കാനും പറ്റി. സൂപ്പർ സ്പെല്ലായിരുന്നു സിറാജ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഐതിഹാസികമായ ഒരു വിജയവും ഇതിൽ റണ്ണ് വരുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു. ഈ പിച്ചിന് വിക്കറ്റിന് കഴിഞ്ഞ T20 തീരെ റണ്ണ് വന്നിട്ടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി മാറ്റി കുറിച്ചുകൊണ്ട് വളരെ വളരെ നല്ലൊരു ഇന്നിങ്സും 2 ഇന്നിങ്സും നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ശ്രീലങ്കൻ്റെ ഒരു പ്ലെയറിന് ഒരു പരിക്ക് പറ്റിയതിൻ്റെ ഒരു സങ്കടമുണ്ട്. അല്ലാത്തതൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയൊരു വിജയം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ തന്നെ നമുക്ക് സൂര്യകുമാറിനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പകരം എന്തായാലും കോഹ്ലി അടിച്ചു. അതുപോലെ തന്നെ ഗില്ലും വളരെ നന്നായിട്ട് കളിക്കാൻ ഗില്ലിനും കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാര്യവട്ടം ഏകദിനത്തിൽ ആളുകൾ കുറയാൻ കാരണമായെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. 6500 ടിക്കറ്റ് മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ. കാണികൾ കുറഞ്ഞതിന്റെ കാരണം BCCIയെ ധരിപ്പിക്കുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. കായികമന്ത്രിയുടെ പ്രസ്താവന ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചില്ലെന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ ക്യാമ്പയിനും മറ്റ് കാരണങ്ങളും കൊണ്ടാണ് ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചത്. നഷ്ടം കാണികൾക്ക് മാത്രമെന്നും ബിനീഷ് കോടിയേരി ന്യൂസ് 18നോട് പറഞ്ഞു. കാര്യവട്ടം ഏകദിനത്തിനെതിരായ ബഹിഷ്കരണം ക്യാമ്പയിൻ തള്ളി ശശി തരൂർ MP. കായികമന്ത്രി എന്തു പറഞ്ഞാലും ക്രിക്കറ്റ് പ്രേമികൾ കളി കാണാൻ എത്തണമായിരുന്നു. നഷ്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കായികമന്ത്രിയുടെ പ്രസ്താവന തെറ്റെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനും വ്യക്തമാക്കി. കാര്യവട്ടം ഏകദിനത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചത് നിർഭാഗ്യകരമാണ്. മന്ത്രിയുടെ പ്രസ്താവന മനസ്സിൽ തട്ടുന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു. നേപ്പാളിൽ പോഖ്രയിലുണ്ടായ വിമാനാപകടത്തിൽ 72 പേർ മരിച്ചു. മരിച്ചവരിൽ 5 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. 68 യാത്രക്കാരും 4 ജീവനക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കാഠ്മാണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പകൽ 10:33 പുറപ്പെട്ട യതി എയർലൈൻസിന്റെ ATR 72 എയർക്രാഫ്റ്റാണ് കത്തിയമർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും അപകടത്തിൽ മരിച്ചു.
പോഖ്രയിലെ പഴയ വിമാനത്താവളത്തിനും പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിലാണ് 10:55 അപകടം ഉണ്ടായത്. ് നേപ്പാൾ പൗരന്മാർക്കൊപ്പം 5 ഇന്ത്യക്കാരും 4 റഷ്യക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 2 കൊറിയൻ പൗരന്മാരും അയർലാൻഡ്, അർജന്റീന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യാത്രക്കാരിൽ ഉൾപ്പെട്ടിരുന്നു. പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തേക്ക് എത്താൻ രക്ഷാസംഘത്തിന് ഏറെ പ്രയാസം നേരിടേണ്ടി വന്നു. അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് ഉയർന്ന പുക പ്രദേശത്ത് മുഴുവൻ പടർന്നു. കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക അനുമാനം. സാങ്കേതിക പ്രശ്നങ്ങളും പിഴവുകളും ഉണ്ടായിട്ടുണ്ടോ എന്ന് വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. ചൈനീസ് സഹായത്തോടെ വിനോദസഞ്ചാര കേന്ദ്രമായ പോഖ്രയിൽ നിർമ്മിച്ച പുതിയ വിമാനത്താവളം 15 ദിവസം മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിൽ 27 ഗുരുതര വിമാന അപകടങ്ങളാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ അപകടത്തിൽ 4 ഇന്ത്യക്കാരുൾപ്പെടെ 22 പേർ മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ടയിൽ സംസ്കാര ചടങ്ങിനെത്തി തിരിച്ചുപോയവരാണ് നേപ്പാളിലെ വിമാന അപകടത്തിൽ മരിച്ചവരിൽ 3 പേർ. രാജു ഠക്കൂരി, റബിൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവരാണ് മരിച്ചത്. നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് നൂറോന്മാവ് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിന് വെള്ളിയാഴ്ചയാണ് 5 അംഗ സംഘം എത്തിയത്. ഇതിൽ 2 പേർ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയിരുന്നു. കേരളത്തിൽ വന്യജീവികളുടെ വംശവർദ്ധനവ് തടയാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതിനായി നിയമോപദേശം തേടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ല. വന്യമൃഗശല്യത്തെക്കുറിച്ച് പഠിക്കാൻ KFRIയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കടുവയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. വംശവർദ്ധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ആവാസ മേഖലയിൽ ഒരു കടുവക്ക് എല്ലാം ഒരു അത്യാവശ്യം സ്പേസ് വേണമല്ലോ. ആ സ്പേസ് ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയതയും യുക്തിബദ്ധതയും ഒന്നുകൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് KFRIയോട് അടിയന്തരമായ ഒരു പഠനം നടത്തി അവരുടെ ശുപാർശകൾ, പ്രയോജനകരമായ ആ ശുപാർശകൾ കണക്കിലെടുത്തുകൊണ്ട് നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ നിയമനിർമ്മാണമോ അല്ല സർക്കാർ ഉത്തരവുകൾ മതിയെങ്കിൽ ആ ഉത്തരവുകൾ വെച്ചോ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വയനാട്ടിൽ കടുവ ഭീതി ഒഴിയുന്നില്ല. വയനാട് മാനന്തവാടി പിലാക്കാവ് കുന്നിൽ ഇന്നലെ രാത്രിയും കടുവ ഇറങ്ങി. കടുവയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. പ്രദേശത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം തെരച്ചിൽ. പാലക്കാട് ധോണിയിൽ കാട്ടാനയായ PT7 ഇറങ്ങി വ്യാപക കൃഷിനാശം. ഇന്ന് പുലർച്ചെയാണ് ധോണിയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന വീണ്ടും ഇറങ്ങിയത്. PT7 പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി 17 ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ധോണി കുന്നത്തുകളം മേഖലയിലെ സജീവ്, രാധാകൃഷ്ണൻ, ശാന്തകുമാരൻ എന്നിവരുടെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. രാധാകൃഷ്ണന്റെ വീടിന് സമീപം എത്തിയ കാട്ടാന വാഴയും നെൽകൃഷിയും നശിപ്പിച്ചു. ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ വന്ന 10-30 കൊല്ലമായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇന്ന് വരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഈ ആനൻ്റെ ശല്യങ്ങൾ കാരണമുണ്ടല്ലേ? ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിയാനും. പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് 3 പുല്ല് കൃഷി ചെയ്തതാണ്, ഇപ്പോൾ 1 പുല്ലാക്കി. ഇനിയിപ്പോൾ അത് 1 പുല്ല് നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട്. സജീവിന്റെ വിളവെടുക്കാറായ നെല്ലാണ് നശിപ്പിച്ചത്. PT7 ആണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. ഇതിപ്പോൾ ഇവിടെ നഷ്ടം ഒരു കുറച്ചുള്ളെങ്കിലും എനിക്ക് അപ്പുറത്ത് കുറച്ചൊരു 1.5 ഏക്കറോളം പാടങ്ങളുണ്ട്. അതൊരു 70% മൊത്തം നഷ്ടമായി കഴിഞ്ഞു. അതിലിപ്പോൾ അവിടെ മൊത്തം ഒരു 8-9 ഏക്കറോളം കൃഷിയുണ്ട് മൊത്തത്തിൽ. അതിലിപ്പോൾ ഒരു 70% PT7 എന്നല്ല, എല്ലാ ആനകളും കൂടി അത് നശിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ധോണിയിലെ നെൽകൃഷി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോണത്. PT7 പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 17 ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ BJP ഹർത്താൽ പ്രഖ്യാപിച്ചു. മലമ്പുഴ, അകത്തേത്ര, പുതുപ്പരിയാരം, മുണ്ടൂർ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ കായംകുളത്ത് ഹെൽമറ്റ് ധരിക്കാത്തതിൽ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് CPM നേതാവിന്റെ ഭീഷണി. ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കർ അമ്പലശ്ശേരിയാണ് കായംകുളം സ്റ്റേഷനിലെ SI ശ്രീകുമാറിനെ ഭീഷണിപ്പെടുത്തിയത്. നടപടിയിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു അഷ്കറിന്റെ ഭീഷണി.
കഴിഞ്ഞ വെള്ളിയാഴ്ച കായംകുളത്ത് നടുറോഡിലാണ് അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിപാടിക്കായി കായംകുളത്ത് പോലീസ് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അഷ്കറിന്റെ വാഹനവും പോലീസ് തടഞ്ഞു. ഇതിനിടെ ഹെൽമെറ്റ് വെക്കാത്തത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതോടെ ഇയാൾ പ്രകോപിതനായി. തർക്കം രൂക്ഷമായതോടെ ജോലിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും പിടിച്ചുമാറ്റി. ഭീഷണി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണവുമായി എത്തി. മന്ത്രിയുടെ പരിപാടി SI അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ഭീഷണിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ലഹരിക്കടത്ത് കേസും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ അശ്ലീല വീഡിയോ ശേഖരണവുമൊക്കെയായി കടുത്ത പ്രതിസന്ധിയിലാണ് ആലപ്പുഴ ജില്ലയിലെ CPM. കീഴ്ക്കടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മേൽക്കമ്മിറ്റികളെ അറിയിക്കാതെ പൂഴ്ത്തുന്നതും വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്ക് ഉണ്ടാക്കുന്നത്. അരക്കോടിയുടെ ലഹരിക്കടത്ത് കേസിൽ പ്രതികളായവർ പാർട്ടി അംഗത്വത്തിൽ ഇപ്പോഴും തുടരുന്നതും ലോക്കൽ കമ്മിറ്റികളുടെ ഈ ഒതുക്കലിന്റെ ഭാഗമായിട്ടാണ്. ആലപ്പുഴ CVU വാർഡിലെ ഒരു പാർട്ടി മെമ്പർ ഇജാസ് ഇക്ബാൽ, അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാന പ്രതിയാണ്. ആ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അരക്കോടി രൂപയുടെ ലഹരിക്കടത്ത് കേസിൽ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ആ വ്യക്തി എങ്ങനെയാണ് ഇത്രയും കാലയളവിൽ വീണ്ടും CPM-ൽ തുടർന്നത്? അത് പരിശോധിക്കാനും അത് കഴിയാനും കഴിഞ്ഞിട്ടില്ല. അത് കറക്റ്റാണ്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അരക്കോടിയുടെ ലഹരിക്കടത്ത് കേസിൽ പ്രധാന പ്രതിയായ ഇജാസ് ഇക്ബാലിനെ പാർട്ടി പുറത്താക്കുന്നത് 5 മാസങ്ങൾ പിന്നിട്ട് കരുനാഗപ്പള്ളി കേസിൽ വീണ്ടും അറസ്റ്റിലായപ്പോഴാണ്. അതും മാധ്യമങ്ങളിൽ വാർത്തയായതോടെ. ആഗസ്റ്റിൽ ഇജാസ് പിടിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ സംഘടനാ നടപടിയെക്കുറിച്ച് CVU വാർഡിന്റെ പരിധിയിൽ വരുന്ന ലോക്കൽ കമ്മിറ്റിയായ തുമ്പോളി LC ചർച്ച ചെയ്തിരുന്നു. കർശന നടപടിയെടുത്ത മേൽക്കമ്മിറ്റികളെ അറിയിക്കേണ്ട വിഷയം പിന്നീട് ലോക്കൽ കമ്മിറ്റിയിൽ തന്നെ ഒതുക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കുന്നതുവരെ CPM-ന്റെ മുഖമായി ഇജാസ് അംഗത്വത്തിൽ തുടർന്നു. പാർട്ടിക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ വിഷയത്തിൽ സംഘടനാ നടപടി ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കാത്തതിനെതിരെ കീഴ്ഘടകങ്ങളോട് ഒരു വിശദീകരണവും ഇതുവരെ തേടിയിട്ടില്ല. സമാനമായ സംഭവം തന്നെയാണ് ആലശ്ശേരി ലോക്കൽ കമ്മിറ്റിയിലും ഉണ്ടായത്. പോലീസ് ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ വിജയകൃഷ്ണനെ പ്രതിചേർത്ത് കുറ്റപത്രമടക്കം നൽകിയിട്ടും യുവജന സംഘടനയും പാർട്ടിയും സംരക്ഷിച്ചു. വിജയകൃഷ്ണനെയും ലഹരിക്കാർക്ക് ജാമ്യം നിന്ന ഡിവൈഎഫ്ഐ ഭാരവാഹി സിനാഫിനെയും യുവജന സംഘടന പുറത്താക്കിയത് ഇന്നലെ മാത്രമാണ്. ഇപ്പോഴും അവർ പാർട്ടി അംഗത്വത്തിൽ തുടരുന്നു. ഷാനവാസിന്റെ നടപടിയടക്കം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തൃപ്തികരമല്ലെന്നിരിക്കെയാണ് പാർട്ടി കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗമായ AP സോണയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇരു കൂട്ടർക്കും നേതൃത്വത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പിൻബലമുണ്ടെന്നിരിക്കെ ഈ നടപടികൾ കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നത് വരും ദിവസങ്ങളിൽ നേതാക്കന്മാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാകും. ന്യൂസ് 18 ആലപ്പുഴ. കുട്ടികൾ കളിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിന്റെ പേരിൽ കൊച്ചിയിൽ 11-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായി ആരോപണം. കുട്ടിയെ മർദ്ദിച്ച സുനിത അഫ്സലിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്നും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് കങ്ങരപ്പടി കോളോട്ടിമൂലയിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മകനുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ സുനിത അഫ്സൽ എന്ന യുവതി 11-കാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വ്യക്തമായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയതെന്ന് കുട്ടിയുടെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ബാലനീതി നിയമം പ്രകാരമുള്ള വകുപ്പുകൾ പോലും ചുമത്തിയില്ല. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ACPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അവര് ജസ്റ്റ് ഇവിടം വരെ 2 പോലീസുകാർ വന്ന് ആ കൊച്ചിന്റെ ഒരു മൊഴിയും കാര്യങ്ങളും എടുത്ത് കൊച്ചു കുറേ പറയാത്ത കാര്യങ്ങളൊക്കെ അതിൽ എഴുതി പരിപാടിയും ചെയ്ത് കാര്യങ്ങളും ചെയ്ത് അവർ പോയി. എന്നിട്ട് ഒരു ദുർബലമായ 2 കേസ് ഇട്ടിട്ട് FIR എഴുതി എനിക്ക് തന്നു. അപ്പം നിലവിൽ ഈ പ്രതി അവരെ രക്ഷിച്ചെടുക്കാന്നുള്ള ഒരു ഇതായിരുന്നു അവരുടെ അജണ്ട. പരിക്കേറ്റ കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.
കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഹോട്ടലുടമ അറസ്റ്റിൽ. കാസർഗോഡ് കോയിപ്പടിയിലെ ലത്തീഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയിരുന്ന ചീഫ് കുക്ക് സിറാജുദ്ദീനെ കാടാമ്പുഴയിൽ നിന്നും നേരത്തെ പിടികൂടിയിരുന്നു. തൃശൂരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നതിനിടെ വാളുവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ബൈക്കിലെത്തിയ 2 പേരാണ് വടിവാൾ വീശിയത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂജപ്പുര ജയിലിനുള്ളിൽ MDMA കടത്തിയ 2 പേർ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വിനോദ്, ലെനിൻ എന്നിവരാണ് പൂജപ്പുര പോലീസിന്റെ പിടിയിലായത്. മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന സജി എന്നയാൾക്ക് വേണ്ടിയാണ് MDMA കടത്തിയത് എന്നാണ് വിവരം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന സജിയെ കാണാൻ വിനോദും ലെനിനും എത്തിയത്. സന്ദർശകർക്കുള്ള സ്ഥലത്തെത്തിയ ഇരുവരും MDMA ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. സംശയം തോന്നിയ ജയിൽ വാർഡൻ സജിയെ പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. ജയിലിനുള്ളിലെ മറ്റ് ചില തടവുകാർക്കും മയക്കുമരുന്ന് എത്തിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും പോലീസിന് നേരെ ബോംബ് എറിയുകയും ചെയ്ത പ്രതി ഷെഫീഖ് പിടിയിൽ. ആയനാട് പോലീസാണ് ഇയാളെ പിടികൂടിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഷെഫീഖ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് വീട്ടുടമയും ഇയാൾ രാവിലെ ആക്രമിച്ചിരുന്നു. തലയിൽ കല്ലുകൊണ്ടടിച്ച് കിണറ്റിൽ തള്ളി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതി അബിൻ ഓടി രക്ഷപ്പെട്ടു. പോലീസിനെ ആക്രമിച്ച കേസിൽ ഷെഫീഖിന്റെ സഹോദരനും അമ്മയും നേരത്തെ പിടിയിലായിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ശ്രീകാര്യം അമ്പാടി നഗർ സ്വദേശി സാജുവാണ് മരിച്ചത്. ക്രൂരമായ മർദ്ദനത്തിൽ അവശനായ സാജുവിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. അനീഷ്, വിനോദ് എന്നിവരാണ് പിടിയിലായത്. മദ്യപാനത്തിനിടെ സാജുവിന്റെ മൊബൈൽ സുഹൃത്തുക്കൾ പിടിച്ചു വാങ്ങി. ഇത് തിരിച്ചു ചോദിക്കാൻ എത്തിയപ്പോഴാണ് കല്ലും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് മർദ്ദിച്ചത്. കൊലപാതകത്തിന് ശേഷം ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പരുത്തിപ്പാറയിൽ വെച്ച് പോലീസ് പിടികൂടി. പ്രതികളിൽ ഒരാളായ അനീഷ് വധശ്രമം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ്. ചലച്ചിത്ര താരം സുനിൽ സുഗതയുടെ കാറിന് നേരെ തൃശൂരിൽ ആക്രമണം. 2 ബൈക്കുകളിൽ വന്ന 4 പേർ തൃശൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ചാണ് നടന്റെ കാറിന് നേരെ ആക്രമണം നടത്തിയത്. ഒപ്പമുണ്ടായിരുന്ന ബിന്ദു തങ്കം, സഞ്ജു എന്നിവർക്കും മർദ്ദനമേറ്റതായി നടൻ സുനിൽ സുഗത വ്യക്തമാക്കി. സംഭവത്തിൽ ആളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ടോപ്പ് 8 ഒരു ഇടവേളയാണ്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ കേന്ദ്രം വന പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് തേടി 6 മാസമായിട്ടും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. കിഫ്ബി സഹായത്തോടെ 2134.50 കോടി രൂപയ്ക്കാണ് തുരങ്കപാതയ്ക്കായി വകയിരുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ 7.82 കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട തുരങ്കപാത. 2134 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് വരിക. 680 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തി. പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകൾ തുരന്നുകൊണ്ടുള്ള തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തു വന്നിരുന്നു. പരിസ്ഥിതി സംഘടനയായ അവർ നേച്ചർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ പരാതിയെ തുടർന്ന് 2022 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. എന്നാൽ 6 മാസമായിട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ആനക്കാംപൊയിൽ മറിപ്പുഴ മുതൽ കള്ളാടി വരെ ചെങ്കുത്തായ മലനിരകളാണ്. തുരങ്കത്തിന്റെ നിർമ്മാണ കാലയളവിൽ വനത്തിനും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി പ്രവർത്തകർ കേന്ദ്രത്തെ സമീപിച്ചത്. സംസ്ഥാന സർക്കാർ 6 മാസമായിട്ടും റിപ്പോർട്ട് നൽകാത്തതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കടുത്ത നിലപാടിലേക്ക് നീങ്ങിയാൽ പദ്ധതിക്ക് തിരിച്ചടിയാകും. തുരങ്കപാത നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 6 മാസമായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.
കൊച്ചി കാക്കനാട് ഒലീവ് കോർട്ട്യാർഡിലെ താമസക്കാർക്ക് വിചിത്ര നിബന്ധനകൾ ഏർപ്പെടുത്തി ഫ്ളാറ്റ് അസോസിയേഷൻ. അതിഥികൾ ഫ്ളാറ്റിൽ എത്തരുതെന്നാണ് നിർദ്ദേശം. രാത്രി 10-ന് ശേഷം ആരും പുറത്തിറങ്ങാനോ ഫ്ളാറ്റിലേക്ക് വരാനോ പാടില്ല. സദാചാര പോലീസിംഗ് ആരോപിച്ച് താമസക്കാരായ 62 പേർ കൊച്ചി DCPക്ക് പരാതി നൽകി. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ പുറത്ത് വന്നിരുന്ന വീടിന്റെ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ നടക്കാൻ പാടില്ല. ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിന്റെ താഴെ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. പക്ഷെ അതും ഈ 10 മണിക്ക് ശേഷം പറ്റില്ല. കൊച്ചി ഇൻഫോ പാർക്കിന് സമീപമുള്ള ഒലീവ് കോർട്ട്യാർഡ് ഫ്ളാറ്റ് അസോസിയേഷന്റേതാണ് വിചിത്ര നിബന്ധനകൾ. ഫ്ളാറ്റുകളിൽ അതിഥികൾ എത്തരുതെന്നാണ് ആദ്യ നിർദ്ദേശം. രാത്രി 10 മണിക്ക് ശേഷം പുറത്തു വരാനോ ആരും ഫ്ളാറ്റിലേക്ക് വരാനോ പാടില്ല. അതിഥികൾ വരുന്നതിന് മുമ്പ് തിരിച്ചറിയൽ കാർഡ് നൽകി അസോസിയേഷനിൽ നിന്ന് നേരത്തെ അനുമതി വാങ്ങണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സിനിമാ നടിയാണ്. പുള്ളിക്കാരുടെ ഫേസ് ഐഡി റെക്കഗ്നൈസ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് അവിടെ മാറി നിൽക്കുക. അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി അവർക്കറിയാം, ഷീസ് എ റെസ്പെക്ടബിൾ പേഴ്സൺ. പക്ഷെ അവരോട് പറയുന്നത് അങ്ങോട്ട് മാറി നിന്നേ. നിബന്ധനകൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് മാത്രമാണ് ബാധകം. 500ഓളം ഫ്ളാറ്റുകളുള്ള ഒലീവ് കോർട്ട്യാർഡിൽ വെറും 30 ഫ്ളാറ്റുകളിൽ മാത്രമാണ് ഉടമകൾ താമസിക്കുന്നത്. ബാക്കി മുഴുവൻ വാടകക്കാരാണ്. അവിടുത്തെ ഒരു 500-ലധികം ഉള്ള ഫ്ളാറ്റിന്റെ അകത്ത് മുഴുവനും ടെനൻസ് തന്നെയാണ് ഉള്ളത്. 10-30 ഫ്ളാറ്റിൽ മാത്രമേ ഓണേഴ്സ് ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന റെഗുലേഷൻസ് റൂളും ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളുടെ അവിടെ ഒരു ഗസ്റ്റ് വരണമെങ്കിൽ ഓണർ അവിടേക്ക് ID കാർഡ് കൊടുക്കണം. പക്ഷെ ഓണറിന്റെ ഗസ്റ്റ് ആണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന ഓണറിന്റെ ഗസ്റ്റ് ആണെങ്കിൽ ഈ ID കാർഡ് പോലും വാങ്ങി വെക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. അസോസിയേഷൻ അംഗങ്ങളുടെ പെരുമാറ്റം മോശമാണെന്നും വാടക കരാറിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും അധിക തുക ഈടാക്കുന്നുവെന്നും ആരോപണമുണ്ട്. സദാചാര പോലീസിംഗ് ആരോപിച്ച് 62 പേർ കൊച്ചി DCPക്ക് പരാതി നൽകി. ന്യൂസ് 18 കൊച്ചി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഏലൂരിലെ വെയർഹൌസ് അടച്ചുപൂട്ടിയ VRL ലോജിസ്റ്റിക്സിന്റെ അധികൃതർ ഗോഡൌൺ ഒഴിയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കെട്ടിട ഉടമയ്ക്ക് കത്ത് നൽകി. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും സ്ഥാപനം വീണ്ടും തുറക്കില്ല എന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി. കൊച്ചിയിൽ നടന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. അൾത്താരമുഖത്ത് കുർബാന നടത്തണമെന്ന സിനഡിന്റെ തീരുമാനം ലംഘിക്കുമെന്നും അതിരൂപത സംരക്ഷണ സമിതി അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് സമ്മേളനത്തിന് തൊട്ടുപുറകെയാണ് അതിരൂപത സംരക്ഷണ സമിതി വിശ്വാസ സംരക്ഷണ പദയാത്ര സംഘടിപ്പിച്ചത്. മറൈൻ ഡ്രൈവിൽ ചേർന്ന സമ്മേളനത്തിൽ സിനഡ് തീരുമാനങ്ങൾ ലംഘിക്കുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കി. നീതി നിഷേധിച്ചാൽ നിയമം ലംഘിക്കേണ്ടി വരുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ തളിയിൽ പറഞ്ഞു. ഈ നിയമം നീതി നിഷേധിക്കലാണ്. അതുകൊണ്ട് ഇല്ലിസിറ്റാണ് ജനാഭിമുഖ ബലിയർപ്പണ രീതി എന്ന് പ്രഖ്യാപിച്ച സിനഡിന്റെ നിയമത്തെ നമ്മൾ ലംഘിക്കുക തന്നെ ചെയ്യും. ലംഘനത്തിലൂടെ നമ്മൾ നീതി ലഭ്യമാകുവാൻ വേണ്ടിയിട്ടുള്ളതായ നമ്മുടെ പ്രയത്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നീതി നിഷേധത്തിനെതിരെ ഉള്ള യുദ്ധത്തിൽ നിന്ന് ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കാനാകില്ലെന്ന് ബസിലിക്ക പള്ളി വികാരി മോൺസിഞ്ഞോർ ആന്റണി നരിക്കുളം പറഞ്ഞു. സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഈ പാപം എവിടെ കഴുകിയാലും മാറില്ല. ഇത് ചെയ്തവർ തമ്പുരാന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നും നരിക്കുളം വ്യക്തമാക്കി. വിശ്വാസ പ്രഖ്യാപനത്തിൽ പ്രമേയാവതരണവും നടന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഇനി പള്ളികളിൽ വായിക്കില്ലെന്നും പ്രമേയത്തിൽ അതിരൂപത സംരക്ഷണ സമിതി വിശദമാക്കി. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട് കാഞ്ചീപുരത്ത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി. ആൺസുഹൃത്തിന്റെ മുന്നിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് 7 മണിയോടെ ആൺസുഹൃത്തിനെ കാണാനെത്തിയ പെൺകുട്ടിയെ 6-അംഗ സംഘം വഴിയിൽ തടഞ്ഞു. തുടർന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് അറിയിച്ചു. രാജ്യത്തെ 8ാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെക്കന്ദരാബാദ് വിശാഖപട്ടണം റൂട്ടിലാണ് അതിവേഗ ട്രെയിൻ സർവീസ് നടത്തുക. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്ന് തെലങ്കാനയിലെ സെക്കന്ദരാബാദിലെത്താൻ ഇനി 7.5 മണിക്കൂർ മതിയാക്കും. പുതിയ ഇന്ത്യയുടെ കാര്യശേഷിയുടെ പ്രതീകമാണ് വന്ദേ ഭാരത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടെ ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.